ഫ്രീഡം ഈസ് നോട്ട് ഗിവൺ, ഇറ്റ് ഈസ് ടേക്കൺ എന്നാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞിരിക്കുന്നത്. സ്വാതന്ത്ര്യം ഒരിക്കലും ആരും കൊണ്ടുതരില്ല, അത് നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങണം, അല്ലെങ്കിൽ പോരാടി നേടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈയിടെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജാണ്, സർ മാത്സ് ഒന്നും അറിയില്ല, ഇനി പഠിച്ചാൽ A+ കിട്ടുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. A+ കിട്ടുമോ എന്നുള്ള ഇവരുടെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്, A+ ആരും നിന്റെ കയ്യിൽ കൊണ്ട് തരില്ല, അത് നീ നേടിയെടുക്കണം, പോരാടിയെടുക്കണം. A+ ഈസ് നോട്ട് ഗിവൺ, എന്താണ്, ഇറ്റ് ഈസ് ടേക്കൺ, നമ്മൾ തന്നെ പോരാടിയെടുക്കണം. അപ്പം ഇനിയുള്ള ഈ ഒരു 6 ദിവസം, മുന്നിലുള്ള 6 ദിവസം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നീ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഫുൾ A+ കിട്ടും. മാത്സിൽ നിർബന്ധമായിട്ടും A+ കിട്ടും. അതിൻ്റെ ഉറപ്പാണ്, അതിൻ്റെ അഹങ്കാരം തന്നെയാണ്, അതിൻ്റെ അന്യായമായിട്ടുള്ള കോൺഫിഡൻസ് ആണ്. ഒരു വസ്തു അറിയാതെ, 1A+ അറിയാത്തവനാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പോലും വരാൻ പോകുന്ന 6 ദിവസം, അതായത് ഇന്നുൾപ്പെടെയുള്ള 6 ദിവസം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരും. 9ാം ക്ലാസ്സിലെ മാത്സ് നിങ്ങൾക്ക് ഒരു തരി പ്രശ്നമില്ലാതെ നിങ്ങൾ ലൈഫിൽ എഴുതിയിലെ ഏറ്റവും ബെസ്റ്റ് മാത്സ് എക്സാം ആയിരിക്കും ഇനി വരാൻ പോകുന്ന എക്സാം എന്നുള്ളത് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ എനിക്കുള്ള കോൺഫിഡൻസ് അതിൻ്റെ 1000 മടങ്ങാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനിയുള്ള 6 ദിവസങ്ങൾ, ഇനി മുന്നോട്ടുള്ള 6 ദിവസങ്ങളിൽ നമ്മൾ അത്രയേറെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു അടി പിയച്ചാൽ നമുക്ക് പലതും സംഭവിക്കും. ഒരു ചുവട് പിയച്ചാൽ അവിടെ എന്താ സംഭവിക്കാൻ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ 6 ദിവസം 14 പാഠങ്ങൾ തോന്നുന്ന പോലെ പഠിച്ചാൽ ഇതൊന്നും തീരാൻ പോകുന്നില്ല. വ്യക്തമായിട്ടുള്ള ഡയറക്ഷൻ നമുക്ക് കിട്ടണം. വ്യക്തമായിട്ടുള്ള പാതയിലൂടെ മാത്രമേ ഇനിയുള്ള 6 ദിവസം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സഞ്ചരിക്കാൻ പാടുള്ളൂ. മാത്സ് എക്സാമിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം എന്താണ്, നേരത്തെ ഒക്കെ ആദ്യം വന്ന ടൈം ടേബിൾ നമുക്ക് ഒന്നിനും സമയമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ടൈം ടേബിൾ എല്ലാത്തിനും നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. മാത്സിനും ആവശ്യത്തിന് ടൈമുണ്ട്. മാത്സിന് നേരത്തെയും ടൈം ഉണ്ടായിരുന്നു, സ്റ്റിൽ ഇപ്പോഴും ടൈമുണ്ട്. 6 ദിവസമുണ്ട്. ആ 6 ദിവസം നിങ്ങൾ യൂസ് ചെയ്യണം മക്കൾസ്. ഇന്ന് മുതൽ മാത്സിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ കൊണ്ടുവരികയാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ഇന്ന് രാത്രി കൃത്യം 7 മണിക്കുണ്ട്. ആ ലൈവിൻ്റെ കൂടെ നമ്മൾ 3 ചാപ്റ്ററും പഠിക്കുന്നുണ്ട്. ആ കാര്യത്തിലേക്കൊക്കെ ഞാൻ വരാം. അതായത് ഇന്ന് മുതൽ മുന്നോട്ടുള്ള 6 ദിവസത്തേക്ക് നമ്മൾ എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാസ്റ്റർ പ്ലാനാണ്. അതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ദിവസമായ ഇന്ന് ഫെബ്രുവരി 8 ഫ്രൈഡേ രാത്രി 7 മണിക്ക് 7 PM നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്റർ 1, 2, 3, അതായത് ഇന്നൊരു സ്റ്റഡി പ്ലാൻ, മൊത്തത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. എന്തൊക്കെയാണ് നമ്മൾ ഇപ്പം ഞാൻ പറയുന്നതിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ഉണ്ടാവും. അത് പ്ലസ് ചാപ്റ്റർ 1, 2, 3 നമ്മൾ ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡേ 2 മാർച്ച് 1-ാം തീയതി ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രി 7 PM നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്റർ 4, 5, 6 നമ്മൾ കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച രാത്രി 7 PM നമ്മൾ എന്ത് ചെയ്യുന്നു, ചാപ്റ്റർ 8, 9, 10 ആണ് കവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കും, സാറേ ചാപ്റ്റർ 7 എവിടെ പോയി? അത് നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് ഒഴിവാക്കിയ ചാപ്റ്ററാണ്, പഠിക്കേണ്ടതില്ല. സോ അത് കഴിഞ്ഞിട്ടാണ് ജെഫിനെ ട്രാക്ക് മാറ്റടാ, വൈകുന്നേരം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ ഫുൾ മാർക്ക് വാങ്ങാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന കുട്ടികളാണ്. ട്രാക്ക് മാറ്റ് ജെഫിന് ട്രാക്ക് അല്ലല്ലേ ട്രാക്ക് മാറ്റുന്നത് ആരാണ്? മറ്റേ ശരത്താണ് ട്രാക്ക് മാറ്റുക. ഇതാരാണ്? ജെഫിനാണ്. ജെഫിൻ എന്താ ചെയ്യുക? ജെഫിനെ ലോഡ് ചെയ്യടാ. ലോഡ് ചെയ്തിരിക്കുന്നു. ഡേ 4 മാർച്ച് 3 മൺഡേ രാവിലെ, ഇനി വൈകുന്നേരം മാത്രമല്ല, രാവിലെ നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോവാണ്. 4ാമത്തെ ദിവസം രാവിലെ 8 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? ഫുൾ ചാപ്റ്റർ റിവിഷൻ. എന്താണ് ഫുൾ ചാപ്റ്റർ റിവിഷൻ? രാവിലെ 8 മണിക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഫുൾ ചാപ്റ്റർ റിവിഷൻ ആണോ? അല്ല. അതെങ്ങനെയാ സാറേ ഫുൾ ചാപ്റ്റർ റിവിഷൻ ചെയ്യുക? ഇവിടം വരെ എത്തിയിട്ടുള്ളൂ, 8, 9, 10 വരെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ചാപ്റ്റർ പഠിക്കണ്ടേ? വേണം. അപ്പോൾ രാവിലെ 8 മണിക്ക് എന്താണ്, 11, 12 ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് രാത്രി 7 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും,
13, 14, 15 ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. അതായത് എക്സാമിൻ്റെ തലേന്നാവുമ്പോഴേക്ക് എന്താണ് ചാപ്റ്റേഴ്സ് മൊത്തം നമ്മൾ പഠിച്ചു തീർന്നിട്ടുണ്ടാവും. ഇനി അടുത്തത് 5ാമത്തെ ദിവസം, അതായത് എക്സാമിൻ്റെ തലേന്ന് എന്താണ് സംഭവിക്കുന്നത്? രാവിലെ 8 മണിക്ക് അന്ന് വീണ്ടും ഫുൾ ചാപ്റ്റർ റിവിഷനാണ്. തലേന്ന് നമ്മൾക്ക് രാവിലെ 8 മണിക്ക് എല്ലാ ചാപ്റ്ററും നമ്മൾ ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി 7 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? പ്രഡിക്ഷൻ ലൈവ്, എജുപോർട്ടിൻ്റെ പ്രഡിക്ഷൻ ലൈവ്. ഇതൊക്കെ തലേന്നാണോ നടക്കുന്നത്? അല്ല, തലേന്നാണ് നടക്കുന്നത്. എജുപോർട്ടിൻ്റെ പ്രഡിക്ഷൻ ലൈവ് കേരളത്തിലൊട്ടാകെ വിവാദമായിട്ടുള്ള, എന്നാൽ എജുപോർട്ട് അത്രയും റിസർച്ച് ചെയ്തിട്ട് ചെയ്യുന്ന എജുപോർട്ടിൻ്റെ പ്രഡിക്ഷൻ ലൈവ് നമ്മൾക്ക് തലേന്ന് നിങ്ങൾക്കുണ്ടാവും. അവിടെയും നമ്മൾ ചുരുക്കി പറഞ്ഞ ഫുൾ ചാപ്റ്ററിൻ്റെ ഒരു റിവിഷനാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ തലേന്ന് രാവിലെ 8 മണിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 60 ഷുവർ ക്വസ്റ്റ്യൻ, 60 ഷുവർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. പല ചാപ്റ്ററിൽ നിന്നും പല രീതിയിലും ഏറ്റവും കൂടുതൽ ചോദിച്ച 60 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും രാവിലെ തന്നെ 8 മണിക്ക്. അത് കഴിഞ്ഞിട്ട് രാത്രിയത്തെ ടൈം 7 ആണോ 7:30 ആണോ 6:30 ആണോ? മിക്കവാറും 7:30 7 ആയിരിക്കും. അത് കൺഫേം ആയിട്ടില്ല. അത് അവിടെ ചെറിയൊരു വിഷയമുണ്ട് എക്സാമിൻ്റെ തലേന്ന്. ഓക്കെ, എനിവേ ഇപ്പം അത് 7 PM തന്നെയാണെന്ന് വിചാരിച്ചോ. എക്സാമിൻ്റെ തലേന്ന് 7 PM നമ്മൾ 2.5 മണിക്കൂർ കൊണ്ട് 76+ മാർക്ക് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളൊരു 2.5 മണിക്കൂറിൻ്റെ ലൈവ് സെറ്റ് ചെയ്യും. ഇത്രയും ഡീറ്റെയിൽഡ് പ്ലാനാണ് എജുപോർട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ 3 ദിവസം മുന്നേ നിങ്ങൾ ഒരു റൗണ്ട് റിവിഷൻ മൊത്തം ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഒരു തവണ ഫുൾ റിവിഷൻ, വൈകുന്നേരം ഒരു തവണ ഫുൾ റിവിഷൻ. അപ്പോൾ എത്രയായി? ടോട്ടൽ 3 തവണ റിവിഷൻ നടത്തി. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ നേരെ തലേന്ന് രാവിലെ ഒരു 60 ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് ഫുൾ റിവിഷൻ തന്നെയാണ്. എക്സാമിൻ്റെ അന്ന് വൈകുന്നേരം ഒരു റിവിഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 5 തവണ റിവിഷൻ നടത്തി. അത് കഴിഞ്ഞ് രാവിലെ ഒരു റിവിഷൻ. അങ്ങനെ 6 തവണ. ഒരൊറ്റ തവണ പോലും റിവിഷൻ നടത്താൻ പറ്റുമോ? എനിക്ക് മാത്സിലെ ചാപ്റ്റർ പോലും പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരുന്ന നീയാണ് ഇപ്പം എന്ത് ചെയ്യാൻ പോകുന്നത്? എക്സാമിൻ്റെ അന്ന് രാവിലെ ആവുമ്പോഴേക്ക് 6 തവണ മാത്സ് റിവിഷൻ നടത്താൻ പോകുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, മാർക്ക് മൈ വേർഡ്സ്. ഇത് ഞാൻ തള്ളുന്നതല്ല. നിങ്ങൾക്ക് കിട്ടും 6 തവണ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും നല്ല മാർക്ക്. അതെൻ്റെ ഉറപ്പാണ്, അതെൻ്റെ അഹങ്കാരമാണ്, അതെൻ്റെ കോൺഫിഡൻസ് ആണ്. ഞാൻ പഠിപ്പിക്കുന്നില്ല, നീ ഒന്നിങ്ങോട്ട് വന്ന് തന്നാൽ മാത്രം മതി. ഇന്ന് വൈകുന്നേരത്തെ ലൈവ് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോവാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വെച്ചാണ് ഞാൻ തുടങ്ങിയത്. അദ്ദേഹത്തിനെ വെച്ച് തന്നെ ഞാൻ ഇത് അവസാനിപ്പിക്കാനും പോവാണ്. അദ്ദേഹം പറഞ്ഞൊരു ഫേമസ് വാക്കുണ്ട്, എനിക്ക് നിങ്ങൾ രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന 9ാം ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ പറയാണ്, എനിക്ക് നിങ്ങൾ ഇനിയുള്ള 6 ദിവസം തരൂ, ഞാൻ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ തരാം മാത്സിൽ. നിങ്ങൾ എക്കാലവും പേടിച്ചുകൊണ്ടിരിക്കുന്ന മാത്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ സകല പേടിയും ഞാൻ മാറ്റിത്തരാം. സകല വെള്ളവും ഞാൻ അരച്ച് കലക്കി നിങ്ങളെ കുടിപ്പിച്ചു തരാം. സകല പ്രശ്നങ്ങളും ഞാൻ തീർത്തു തരാം. സകല ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. സകല ആകുലതകളും ഞാൻ കാറ്റിലകറ്റി തരാം. എല്ലാറ്റിനും ഞാൻ കൂടെ ഉണ്ടാവും. നിങ്ങൾ എനിക്ക് മുന്നോട്ടുള്ള 6 ദിവസം തരൂ, ഞാൻ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പായിട്ടും വാങ്ങിത്തരും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കണം. കാരണം മെജോറിറ്റി ഓഫ് യുവർ ഫ്രണ്ട്സ് മാത്സ് അറിയില്ല, മാത്സ് പേടിയുണ്ട്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ അവർ പഠിക്കാതിരിക്കരുത്. സോ ഈ വീഡിയോ ഷെയർ ചെയ്ത് ആ ഒരു മാത്സ് ടഫായിട്ടുള്ള ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക. അവനും വരുന്ന 6 ദിവസം നമ്മൾ പറയുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ അവനും കിട്ടും നല്ല മാർക്ക്, അവനും കിട്ടട്ടെ. സോ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ലാസ്റ്റ് മാത്സ് എക്സാമിന് കിട്ടിയത് എത്ര സ്കോറാണ്, ഇനി വരാൻ പോകുന്ന എക്സാമിന് എത്ര സ്കോർ കിട്ടണം. ഉദാഹരണത്തിന് കഴിഞ്ഞ എക്സാമിന് എനിക്ക് 40 മാർക്കായിരുന്നു കിട്ടിയത്, ഇത്തവണ എനിക്ക് 75 മാർക്ക് കിട്ടണം. ഇങ്ങനെ കഴിഞ്ഞ നിങ്ങളുടെ എക്സാമിൻ്റെ മാർക്കും ഇനി നിങ്ങൾ വരാൻ പോകുന്ന എക്സാമിന് നേടാൻ ആഗ്രഹിക്കുന്ന മാർക്കും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ മുന്നോട്ടുള്ള 6 ദിവസം കൂടെ നിൽക്കൂ. നമ്മളിത് അടിച്ച് പൊളിച്ച് തിമിർത്ത് കലക്കി തൂഫാനാക്കും. സോ ദാറ്റ്സ് ഓൾ. നമുക്കിനി വൈകുന്നേരം നേരിട്ട് ലൈവിൽ കാണാം. ലൈവിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴേ കയറിയിട്ട് ഒന്ന് സെറ്റാക്കി പവറാക്കി ഉഷാറാക്കിയിട്ട്. സീ യു, ബൈ.